പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നും ഞാൻ സകലേശാ
ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലതിനെയും നാഥായ നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലതിനെയും നാഥായ നീക്കും. ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലതിനെയും നാഥായ നീക്കും. രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നെന്ന് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും ശറാബുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം പൂരിതമാക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അതരങ്ങളുള്ളവനും അതരങ്ങളുള്ളവരുമായ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നായകങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ ശറാബുകളിലൊന്ന് ബലിപീഠത്തിന്റെ പൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അതരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അതരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോകുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. Hallelujah.
അതിനനുസരിച്ച് ജീവിക്കുന്നതിനോ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലരെയും നാഥായ നീക്കും. സഹോദരനെ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 13 തിരുവചനം 1 മുതൽ 13 വരെ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിതമ്പുന്ന കൈത്താളമാണ്. എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഗമിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശുസഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുതി. ശിഷ്യന്മാർ ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനേ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗ്ഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണ് എന്ന് ആരോട് പറയരുത് എന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുതി.
ബോധ്യങ്ങളിൽ വളരുക, ബോധ്യങ്ങൾ അറിയിക്കുക. ഈശ്വരനായി ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബ്രോദർ സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരിമാരെ, സഭ പള്ളികൂദാശ കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. പള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് സഭയിൽ, കൂദാശ എന്ന് ഉദ്ദേശിക്കുക സഭയെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നതുമാണ്. മഹത്വപൂർണമായ തമ്പുരാന്റെ പകലേക്ക് ദൈവത്തെ, ദൈവജനത്തെ പ്രതിഷ്ഠിക്കുന്ന കാലഘട്ടമാണ് പള്ളി കൂദാശ കാലം. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ബോധ്യങ്ങൾ വളരുക, ബോധ്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, തമ്പുരാനിൽ എത്തിച്ചേരുക. ഈ രേഖകൾ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിന്ന ഒരു പേരാണ് ജെമിമ റോഡ്രിഗസ്. പുരുഷ ക്രിക്കറ്റ് താരങ്ങളെയും ക്രിക്കറ്റിനെയും വ്യക്തമായി അറിയാം. എന്നാൽ സ്ത്രീ ക്രിക്കറ്റ് അത് വളരെ വ്യക്തതയില്ല, ആകർഷവുമല്ലാതിരുന്ന ഒരു സമയം. ഭാരതത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഭാരതം പോരാടുന്നു. 338 വലിയ സ്കോറിൽ നിൽക്കുമ്പോൾ, ഓസ്ട്രേലിയ നിൽക്കുമ്പോൾ അമ്പെ പരാജയപ്പെടും എന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ജെമിമ റോഡ്രിഗസ് എന്ന യുവതി ക്രിക്കറ്റ് താരം കളത്തിലായിരുന്നു. ഇന്ത്യയെ 1 സ്കോറോടുകൂടി 1 സ്കോറിനെ അതിജീവിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. നന്ദിയുടെ വാക്ക് ഉരുവിട്ടപ്പോൾ അവർ വ്യക്തമായി പറയുകയാണ്, ഐ താങ്ക് ജീസസ്, ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. പഴയ നിയമം ഉരുവിട്ടുകൊണ്ട് അവർ പറയുകയാണ്, ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു എന്ന്. ദൈവത്തെ പ്രഘോഷിക്കുന്ന ഒരു ക്രിക്കറ്റ് താരത്തെ, ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തെ മീഡിയ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. വ്യക്തമായ ബോധ്യം, ആ ബോധ്യം പ്രഘോഷിക്കുന്ന ക്രിക്കറ്റ് താരം ഇന്ന് സുവിശേഷത്തോട് കടന്നു പോകുമ്പോൾ വ്യക്തമായി ഈശോ ആരാണ് എന്ന് പറയുന്നു പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോ ശിഷ്യന്മാരെ വിളിച്ചു, നിങ്ങളെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകാം. പരിശീലനം കൊടുക്കുകയായിരുന്നു. ഈ പരിശീലനത്തിനിടയിൽ അവൻ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പരിശീലിപ്പിച്ചത് മനസ്സിലായോ, ഗ്രഹിച്ചോ, എന്താണ് ഗ്രഹിച്ചത് എന്നറിയുവാനായിട്ട് അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. ദൈവരാജ്യത്തെ കുറിച്ച് അവൻ പ്രസംഗിച്ചു. പ്രസംഗിച്ച അവസാനം അവൻ ചോദിക്കുകയാണ്, എന്താണ് ജനം എന്നെ കുറിച്ച് പറയുക, ഞാൻ ആരാണ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. ഉത്തരം വ്യത്യസ്തമായിരുന്നു. ചിലർ ജെറമയായിരുന്നു, ചിലർ ഏലിയായിരുന്നു, ചിലർ സ്നാപയോനായിരുന്നു, മറ്റു ചിലർ പ്രവാചകന്മാരിൽ ഒരുവരെന്നും പറയുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അന്ത്യദിനത്തിൽ ജെറമിയ, ഏലിയ ഇവരെല്ലാം വരുമെന്ന് പഴയ നിയമഗ്രന്ഥത്തിൽ പ്രവചനങ്ങളുണ്ട്. അവരിൽ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ സ്നാപയോഹന്നാൻ തന്നെയായിരിക്കും എന്ന് ജനം വിശ്വസിക്കുന്നു. ജനം ഇവരെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് അവർ പറയുകയാണ്, ശിഷ്യന്മാർ പറയുകയാണ്. അവിടെ ഈശോ വീണ്ടും ചോദിക്കുകയാണ്, അവരുടെ കൂടെ നടക്കുന്നവരല്ല, എന്നാൽ നിങ്ങൾ എന്റെ കൂടെ നടക്കുന്നവരാണ്. അവർ അതും ഇതുമെല്ലാം പറയും, എന്നാൽ എന്റെ ഓരോ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും എന്റെ ശിക്ഷണത്തിനും കൂടെ നടക്കുന്ന നിങ്ങൾ സാക്ഷികളാണ്. നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അവിടെയാണ് വ്യക്തമായ ഉത്തരം പത്രോസ് നൽകുക.
നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ്. തീർച്ചയായും തമ്പുരാനെ വ്യക്തമായി അറിയുവാനായിട്ട് ശിഷ്യന്മാർക്ക് സാധിച്ചു. പരിശീലിപ്പിച്ചത് പഠിക്കുവാനായിട്ട്, ഗ്രഹിക്കുവാനായിട്ട്, ഗ്രഹിച്ചത് പറയുവാനായിട്ട് ശിഷ്യന്മാർക്ക് സാധിക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞ് ഈശോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു നിമിഷമായിരിക്കും താൻ ആരാണ് എന്ന് വ്യക്തമായി പറയുന്നത് കേട്ടപ്പോൾ. അതുകൊണ്ട് തന്നെ സന്തോഷത്തിന് നിറവിൽ പത്രോസിനോട് ഈശോ പറയുകയാണ്, പത്രോസ് നീ ഭാഗ്യവാനാണ് എന്ന്. മറ്റൊരു വാക്കിൽ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനെ വ്യക്തമായി അറിയുമ്പോഴാണ് നാം ഭാഗ്യവാന്മാരായി തീരുക. നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ ചിലപ്പോൾ എനിക്കൊരു ആജ്ഞാപനങ്ങൾ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ എന്റെ ആവശ്യങ്ങളിൽ എനിക്ക് എത്തിച്ചേരാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ശക്തി മാത്രമായിരിക്കാം. ദൈവം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, അതിനേക്കാളും ഉപരി ദൈവമാണ് എന്ന തിരിച്ചറിവിലേക്ക് വളരുവാനായി നമുക്ക് ഓരോരുത്തരും സാധിക്കണം. ആ വളർച്ചയാണ് പത്രോസിലൂടെ വ്യക്തമാക്കുക. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. മറ്റൊരു വാക്യം പറഞ്ഞ് ഇസ്രായേലിനെ കാത്തിരുന്ന രക്ഷകൻ നീയാണ് എന്ന വ്യക്തമായ ബോധ്യം പത്രോസിനായിട്ടുണ്ടായിരുന്നു. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ബോധ്യങ്ങളിൽ വളരുവാനായിട്ട്, ബോധ്യങ്ങൾ ഒടുക്കുവാനായിട്ട് നമുക്ക് ഒരു സാധിക്കണം. പത്രോസിനോട് ഈശോ പറയുകയാണ്, ഞാൻ എന്റെ പള്ളി നിന്റെ മേൽ സ്ഥാപിക്കും. പള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മുടെ പള്ളി എന്ന്. എന്നാൽ ഈശോയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി പറയുക, എന്റെ പള്ളി ദൈവത്തിൻ്റെതാണ്. അതാണ് പത്രോസിനായി പടുത്തുയർത്തുക. മറ്റൊരു വാക്യം പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ആ അടിസ്ഥാനം നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന വലിയ തിരിച്ചറിവാണ്, ആ വലിയ ബോധ്യമാണ്, ആ വലിയ വിശ്വാസമാണ്. ആ വിശ്വാസത്തിലാണ് സഭ പടുത്തുയർത്തപ്പെടുക. ആ വിശ്വാസമാണ് പ്രഘോഷിക്കേണ്ടത്. ആ വിശ്വാസമാണ് പകർന്നു നൽകേണ്ടത്. ആ വിശ്വാസം പകർന്നു നൽകുമ്പോഴാണ് നാം ഓരോരുത്തരും ഭാഗ്യവാന്മാരായി തീരുക. ഭാഗ്യമുള്ളവരായി തീരുവാനായിട്ട് ഈ പണിപ്പുകാശ കാലത്ത് നമുക്ക് ഓരോരുത്തരും അനുഗ്രഹമായി തീരട്ടെ. ദൈവം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അങ്ങനെ ആഭരണങ്ങൾ നിറയ്ക്കണമേ. അങ്ങനെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിലെ നാഥാരെയും തനിക്ക് വാസം തീർത്ത് നമ്മുടെ കഥകളുടെയും പാപങ്ങളുടെയും കഴികളെ ചെയ്യട്ടെ.
അങ്ങയുടെ രാജ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിടാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാരത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന ചെയ്ത മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പുമാർദ്ദനാ ഞങ്ങളങ്ങയിൽ ോഗമെന്ന പോലെ
കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ പോഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരൻ വിശേഷത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിനെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനത്തോടുകൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തെ സ്വർഗവാസികളെ ആയിരങ്ങളും അനാഥമനപതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവയന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. Hosanna, Ishanu Samana.
ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാവമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാം ഇതിന് വാങ്ങി പാനം ചെയ്യുകയും നിങ്ങൾ എന്റെ നാമത്തിൽ ഉദ്ദേശിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും ഭേദരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ളവരെ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവനായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, എന്നിൽ കനിയണമേ, പാപങ്ങൾ പൊറുക്കണമേ, ഓരമാം എൻ്റെ അപരാധങ്ങൾ സദയം നാഥാ പൊറുക്കണമേ.
എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടു കൂടി അവരെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. സഭയിലവിടത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയം അവിടുത്തെ നമ്മുടെ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന ഭാവനം അവരുടെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
സെൻറ്റ് ജൂസ് കാറ്റഗറിസിക്കാൻ കാശുമാത്രം 1620 രൂപ, ഹിന്ദി രൂപ 5372 രൂപ. അടുത്ത ഞായറാഴ്ച 9-ാം തീയതി നമ്മൾ മിഷൻ ഞായറാഴ്ചയായിട്ട് ആചരിക്കുന്നു. മിഷൻ ഞായറാഴ്ചകളിൽ സംഘടനകളുടെയും യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ മുൻവർഷങ്ങളിലെ പോലെ ഒരുക്കണമെന്ന് സ്നേഹവും അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മുൻവർഷങ്ങളിൽ പ്രഭാത ഭക്ഷണം, മിഷൻ ഞായറാഴ്ച പ്രഭാത ഭക്ഷണം നമ്മൾ ദേവാലയത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് അത് മറന്നു പോകരുത്. പ്രഭാത ഭക്ഷണം കഴിക്കുവാനായിട്ട് കുടിയുവാനായി ദൈവം ഓർമ്മപ്പെടുത്തുന്നു. മിഷൻ ഭവനങ്ങൾ എത്തിയിട്ടുണ്ട്. യൂണിറ്റ് ഭാരവാഹികൾ അത് ഭവനങ്ങൾ എത്തിക്കുക. ലേഖനത്തിനായ സാധനങ്ങൾ കൊണ്ടുവരുവാനും ദൈവം ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് കാറ്റഗറിസ് പരീക്ഷ ദിനമാണ്. പ്രത്യേകം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സെൻറ്റ് ജോസഫ് കുടുംബീകരിച്ച് 4 മണിക്ക് ചോദ്യം പുതുനായികളുടെ വസതിയിൽ വെച്ച് സെൻറ്റ് മേരീസ് കുടുംബീകരിച്ച് 5 മണിക്ക് ബിബീഷ് പൈലി തുപ്പയിലെ വസതിയിൽ വെച്ച് സമ്മേളിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായക ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ കോമൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഘടകങ്ങളുടെ മോചനത്തിനായ കാരുണ്യബോധം ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലതിനെയും നാഥായ നീക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായ നീക്കും Amen.
സംസാരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർക്ക് അവസരമേ. കർത്താവേ, ഞങ്ങളുടെ ഈ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും ഫലമായ പരിശുദ്ധയെ പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ യേശു, അങ്ങേപ്പെടുവരെയും വലിയ സുഹൃത്തുക്കളെ സ്തുതിക്കണമേ. വൈദ്യരാജ്ഞ പ്രശ്നമറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മിസ്റ്റർ അൽഫോൻസാമി, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ കർമ്മമായി കാത്തുകൊള്ളണമേ. വിശ്വസ്യ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദയവായി പ്രാർത്ഥന. പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപാവരദാനങ്ങളും അപേക്ഷിക്കുന്നു. ദൈവസ്നേഹത്തിൽ പരസ്നേഹത്തിൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഉന്നതമായ ആകാശത്തെ പോലെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെ അവിടെ തന്നെ ആലയം നിർമ്മിച്ചു എന്ന സംഗീത വചനത്തിൽ ആശ്രയിച്ച് ദൈവാരാധനയും സ്തുതിയും വചനാനുബോധനമായി പുതിയ ദേവാലയം ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏകോദര സഹോദരങ്ങളെ പോലെ കർത്താവിന്റെ ദേവാലയം പണിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഇഷ്ടാനുസരണമായി ദേവാലയ നിർമ്മാണം നടത്തുന്നത് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദേവാലയ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവരെ കാത്തു പരിപാലിക്കണമേ. എല്ലാ സഹോദരങ്ങളെയും അവർ നന്മയെ സഹായിക്കണമേ. വിശ്വാസപിതാവിന്റെ നാമധേയത്തിലുള്ള ഞങ്ങളുടെ ദേവാലയ നിർമ്മാണത്തിൽ സാമ്പത്തികമായി സഹായിക്കുന്നവരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്തോടെ ഈ ദേവാലയ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും ദൈവാരാധനയ്ക്കായി സമർപ്പിക്കുന്നതിനും പരിശുദ്ധ സഹായമാതാവ് വിശ്വാസപിതാവ് വിശ്വാസോണീസ് വിശ്വതോമാസ്ലിഹായി വിശ്വദാസ്ലിഹായി വിശ്വബസ്തേനോസ് വിശ്വകിമറിയ സഹായി വിശ്വവിഹായമാലാക്കി ഞങ്ങൾ പ്രാർത്ഥനകൾ ദൈവസന്നിധി സമർപ്പിച്ചു. അവർ തങ്ങളുടെ ദൈവമായ കർത്താവ് ആലയം പണിയുവാൻ തുടങ്ങിയെന്ന ദൈവവചനത്തെ ഞങ്ങൾ ഉദ്ദേശിക്കണമേ. സൂര്യ